കേരളത്തിലെ സാഹചര്യം നമുക്ക് വിശദമായി പറയാൻ സുനിൽ ഐസക്കുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സുനിൽ, ഒരുപാട് ഘടകങ്ങൾ ഇത്തവണ UDF അനുകൂലമായിട്ടുണ്ട്. അതേപോലെ തന്നെ LDF സംബന്ധിച്ച് ഒരുപാട് വിവാദങ്ങൾ, അതിൽ ഏറ്റവും ഒടുവിൽ ശബരിമല ഉൾപ്പെടെ വലിയ തിരിച്ചടിയായിട്ടുണ്ട് എന്ന് തന്നെയാണ്. എന്തൊക്കെയാണ് തെക്കൻ കേരളത്തിലെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, വിലയിരുത്താൻ കഴിയുന്നത്? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞു വീശിയ UDF തരംഗത്തിൽ LDF എല്ലായിടത്തും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കടപുഴകി വീണപ്പോഴും ഒരുപക്ഷെ രണ്ട് തരത്തിൽ നമുക്ക് പറയണം. ഒന്ന്, വലിയ ക്ഷീണം LDF സംഭവിക്കാതിരുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം എന്ന് പറയേണ്ടി വരും. അതല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ആലോചിക്കുമ്പോൾ ഏറ്റവും നഷ്ടങ്ങൾ ഒന്ന് സംഭവിച്ച LDF ഏറ്റവും നഷ്ടം സംഭവിച്ച ജില്ലകളിലൊന്ന് തിരുവനന്തപുരം എന്നും നമുക്ക് പറയേണ്ടി വരും. അതിൽ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യം മാത്രം എടുത്തിട്ടാണ് നമ്മൾ അതിനെ വിലയിരുത്തുന്നതെങ്കിൽ വലിയ നഷ്ടം, ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാവാത്ത ഏറ്റവും വലിയ നഷ്ടമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF തിരുവനന്തപുരത്തുണ്ടായത്. കഴിഞ്ഞ 4.5 പതിറ്റാണ്ട് കാലമായി അവർ കൊണ്ടു നടന്ന, അവർ ഭരിച്ചിരുന്ന അവരുടെ കോർപ്പറേഷൻ അവർക്കത് നഷ്ടമാവുകയാണ്. മാത്രമല്ല, അത് നഷ്ടമാകുന്നു എന്ന് മാത്രമല്ല, അത് പിടിച്ചെടുക്കുന്നത് BJP ആണ് എന്നതാണ് CPM സംബന്ധിച്ച് ഏറ്റവും വലിയ കനത്ത ആഘാതമായി മാറുന്നത്. ഇപ്പോൾ തന്നെ അതിന്റെ പേരുദോഷം CPM കേട്ടു തുടങ്ങി. കാരണം BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വഴിയൊരുക്കിയത് LDF ആണ്, CPM ആണ് എന്ന ആക്ഷേപം കോൺഗ്രസ് നേതാക്കൾ ഇതിനോടകം തന്നെ ഉന്നയിക്കുകയും ചെയ്തു. മാത്രമല്ല, ഈ തോൽവിക്ക് പിന്നാലെ അവിടെ CPMനുള്ളിൽ തന്നെ വലിയ തോതിലുള്ള സംഘർഷവും പൊട്ടിത്തെറികളും ഒക്കെ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പാർട്ടിയിലെ രണ്ട് പ്രമുഖ ചേരികൾ തമ്മിൽ വലിയ വാക്പോരിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ജില്ലാ സെക്രട്ടറി ജോയിയും കരമന ഹരിയും ഒരു ഭാഗത്തും, മറുഭാഗത്ത് കടകംപള്ളിയും V ശിവൻകുട്ടിയുമായി ഈ രണ്ട് ചേരികൾ CPMനുള്ളിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു എന്നത് മറ്റൊരു കാര്യവുമാണ്. അങ്ങനെയൊക്കെ ആകുമ്പോഴും BJPക്ക് അവരുടെ കരുത്ത് തെളിയിക്കാൻ തിരുവനന്തപുരത്ത് കഴിഞ്ഞു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം തിരുവനന്തപുരം പിടിക്കുന്നതിലൂടെ കേരളത്തിന്റെ മനസ്സിലേക്ക് കടന്നു ചെല്ലാൻ കഴിയും, കേരളം പിടിക്കാൻ കഴിയുമെന്നായിരുന്നു BJP തിരുവനന്തപുരത്ത് NDA ഭരണത്തിലേറുന്നതിന്റെ ഉത്തരവാദിത്വം കൂടി LDF പറയേണ്ടി വരും, മറുപടി പറയേണ്ടി വരും എന്നതിൽ സംശയമില്ല.